ഹായ് ഹലോ എല്ലാവരെയും പുതിയൊരു ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്ന് SSLC ബയോളജിയിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ പാർട്ട് 3 ആണ് എടുക്കാനായിട്ട് പോകുന്നത്. നേരത്തെ 2 ക്ലാസ്സുകളിലായിട്ട് പാർട്ട് 1ഉം പാർട്ട് 2ഉം എടുത്തിരുന്നു. കഴിഞ്ഞ പാർട്ടിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അതിൻ്റെ അടുത്ത പാർട്ട് ഇന്ന് എടുക്കുന്നതായിരിക്കും. ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. ബയോടെക്നോളജിയിൽ നിന്നും ജെനറ്റിക് എഞ്ചിനീയറിംഗ് ധാരാളം പ്രോഗ്രസ് ഒക്കെ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഒരു ഓർഗാനിസത്തിൻ്റെ ജെനറ്റിക് മോഡിഫിക്കേഷൻ നടത്താനും എഫക്റ്റീവായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ചാൽ ജീനിനെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് വേണ്ടുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം കാണിക്കുന്ന ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു ജീനിനെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കും. ഏതിലോട്ടാണ് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നത്? ഒരു ഓർഗാനിസത്തിൻ്റെ ജനിതക ഘടനയിൽ അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയലിലോട്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ജീവിയുടെ ആണോ അല്ലെങ്കിൽ ഏത് പ്ലാന്റിൻ്റെ ആണോ ജീനിൽ ഓൾട്ടർനേഷൻ ചേഞ്ചസ് വരുത്തേണ്ടത്, ആ ചേഞ്ചസ് ഉള്ള ആ ഒരു ജീനിനെ എന്ത് ചെയ്യും? ഈ ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആനിമലിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. സോ അങ്ങനെയുള്ള പ്ലാന്റ്സിനെ അനിമൽസിനെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്ന് പറയുന്നത്. അവർ ജെനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയാൻ കാരണം അവരുടെ ജീൻസിനെ ഓൾട്ടർനേഷൻ വരുത്തിയത് കൊണ്ടാണ്. മനുഷ്യരിലെ അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ധാരാളം പ്രോട്ടീൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജെനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പ്രോട്ടീൻസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഏതൊക്കെ പ്രോട്ടീൻസാണ് യൂസ് ചെയ്തിരുന്നത്, ഏതൊക്കെ ഡിസീസിന് വേണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആ ഡിസീസസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ഇൻ്റർഫെറോൺസ് ആണ്. വൈറൽ ഡിസീസസിന് എതിരായിട്ടാണ് ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്ന പ്രോട്ടീന് യൂസ് ചെയ്തിരുന്നത്. വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെയാണ് ഇൻ്റർഫെറോൺസ് യൂസ് ചെയ്തിരുന്നത്. അടുത്ത ഇൻസുലിൻ. നമുക്കറിയാം ഡയബറ്റീസിനെതിരായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻസുലിൻ ഒരു പ്രോട്ടീനാണ്. എൻഡോർഫിൻ പെയിനിനെ യൂസ് ചെയ്യുന്നതാണ്. അടുത്ത് സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഡിസോർഡേഴ്സിനെതിരായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് ഹോർമോണാണ്. ജെനറ്റിക് എഞ്ചിനീയറിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാവിയിലും എന്താണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. സോ ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ഭാവിയിലുള്ള ഒരു പ്രോമിസാണ് ഫാം അനിമൽസ് എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ജീനും പിന്നെ ഹ്യൂമൻസിന് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഹോർമോൺസിൻ്റെ ആ ഒരു ജീനും കൂടെ അനിമൽസ് ആയിട്ടുള്ള കൗവിനും പിക്കിനും കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അവരങ്ങനെ എന്തായിട്ട് മാറും? ഫാം അനിമൽസ് ആയിട്ട് മാറും. അവർക്ക് നേരത്തെ ഉള്ള ജീന് അല്ലാതെ തന്നെ ഈ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത ജീനും കൂടെ ചേർത്തിട്ടാണ് അവരുടെ ആ ഒരു ജെനറ്റിക് മെറ്റീരിയൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായാലാണ് അവയെ ഫാം അനിമൽസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഈ ഇൻസുലിൻ ജീനിനെ ഈ അനിമൽസിൽ വീണ്ടും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്? കാരണം ഇൻസുലിൻ ജീന് നമ്മൾ നേരത്തെ ബാക്ടീരിയ വഴി ഉണ്ടാക്കിയതല്ലേ. സോ അതിനും കാരണമുണ്ട്. ഇൻസുലിൻ ജീനിനെ ബാക്ടീരിയയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ സർട്ടൻ ലിമിറ്റേഷൻസ്, ധാരാളം കുറവുകൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബാക്ടീരിയയിലെ കൾച്ചർ. ബാക്ടീരിയയെ നല്ലവണ്ണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൾച്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം നിലവിൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ അനിമൽസിനെ കൊണ്ട് ജീനിനെ അങ്ങനെ ഇൻസേർട്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അവർ. റിസർച്ചേഴ്സൊക്കെ കാണിച്ച് തരുന്നത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം, അതായത് ഇൻസുലിൻ ബാക്ടീരിയയിൽ നിന്ന് എടുക്കുന്നത് പോലെ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അനിമൽസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അവരുടെ മിൽക്കിൽ കൂടെ അല്ലെങ്കിൽ അവരുടെ ബ്ലഡിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ജെനറ്റിക് മോഡിഫിക്കേഷൻ അനിമൽസിൽ മാത്രമല്ല കൊണ്ടുവന്നത്, പ്ലാന്റ്സിലും കൂടെ അവർ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ജീനിന് ഓൾട്ടർനേഷൻ വരുത്തിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് BT ബ്രിഞ്ചാൾ, സോയാബീൻ, കോട്ടൺ, മെയ്സ് ഇതൊക്കെയാണ്. സോ ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെയാണ് ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഈ BT എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ പേരാണ്. ബാസിലസ് തുറിഞ്ചിൻസിസ് എന്ന് പറയും. ആ ബാക്ടീരിയയുടെ ജീനാണ് പ്ലാന്റ്സിൽ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റ്സ് ആയിട്ട് മാറും. മീൻസ് ഓരോ പ്ലാന്റ്സിനും അതിൻ്റേതായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാവും. അതിനെയാണ് പെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ പ്ലാന്റ്സിനൊക്കെ ഈ BT എന്ന് പറയുന്ന ബാക്ടീരിയയിലെ ബാസിലസ് തുറിഞ്ചിൻസിസ് ബാക്ടീരിയയിലെ ജീൻ ഇൻസെർട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശത്രുക്കൾ വന്ന് ഇതിനെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇതിനെയൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ബാക്ടീരിയയിലെ ജീൻ എന്ത് ചെയ്യും? ടോക്സിൻസ് പ്രൊഡ്യൂസ്
ചെയ്യും. ഇത് ആ ഒരു പെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻസെക്റ്റ് വന്ന് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ വയറ്റിൽ ഈ ഒരു ടോക്സിൻ അവിടെ എത്തുകയും അവിടെ വെച്ച് ആക്റ്റീവ് ആവുകയും ആ ഒരു പർട്ടിക്കുലർ ഇൻസെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പെസ്റ്റ് മരിച്ചു പോവുകയും ചെയ്യും. ബാസിലസ് തുർജിൻസിസ് എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള ജീനാണ്. ടോക്സിക് കെമിക്കൽസ് ഇത് റിലീസ് ചെയ്യും. അങ്ങനെ ഏത് പെസ്റ്റാണോ അല്ലെങ്കിൽ ഏത് ഇൻസെക്റ്റ് ആണോ അത് ഇൻടേക്ക് ചെയ്യുന്നത് ആ ഇൻസെക്റ്റ് എന്ത് ചെയ്യും, മരിച്ച് പോകും. സോ ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റിന് വേണ്ടിയാണ് ഈ BT ജീൻസൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള പ്ലാന്റ്സിനൊക്കെ എന്താണ്, പെസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഇൻസെക്റ്റിൽ നിന്നും ഒക്കെ റെസിസ്റ്റൻസ് കിട്ടും. സോ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് +2 ബയോളജിയിലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കും. SSLCയിൽ ഇപ്പോൾ ഇത്രയേ പഠിക്കാനായിട്ടുള്ളൂ. നമ്മൾ ഒരു ജീവിയുടെ ജനിതക ഘടനയ്ക്ക് മാറ്റം വരുത്തുമ്പോൾ അല്ലെങ്കിൽ ജനറ്റിക് മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് മനുഷ്യനോ പ്രകൃതിക്കോ അതുകൊണ്ട് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ഹാനിയോ ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ ആ ഒരു ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജീവിയിൽ മേൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. അടുത്തത് എഡിറ്റിംഗ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ന് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ സഹായത്തോടു കൂടെ തന്നെ ഒരു ഓർഗാനിസത്തിൻ്റെ ജനിതക ഘടനയെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു എസ്സയെ എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്, ഒരു ഓർഗാനിസത്തിൻ്റെ ജനിതക ഘടനയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് സാധിക്കും. ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഈ ഒരു പ്രോസസ്സിനെയാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. CRISPR അല്ലെങ്കിൽ ക്രിസ്പർ Cas9 ആണ് എഫക്റ്റീവായിട്ടുള്ള ജനറ്റിക് സിസേഴ്സ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. ക്രിസ്പർ Cas9 ആണ് ജനറ്റിക് സിസേഴ്സ് ഇതിനു വേണ്ടി ഉപയോഗിച്ച് ഇരുന്നത്. ഇതിൽ എന്തുണ്ട്, Cas9 ഉണ്ട്. Cas9 എന്ന് പറയുമ്പോൾ ഒരു എൻസൈമാണ്. പിന്നെ ഗൈഡ് RNAയും ഉണ്ട്. ഗൈഡ് RNAനെ gRNA എന്ന് പറയും. ലോകത്തിലെല്ലായിടത്തും തന്നെ ജീൻ എഡിറ്റിങ്ങിനെ പറ്റി റിസർച്ചസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെൻ്റായിട്ട് ചൈനയാണ് റിലീസ് ചെയ്തത്. 2 ട്വിൻസിൻ്റെ ബർത്ത് അവരുടെ ജീൻസ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ പറയപ്പെട്ടത് ഈ കുട്ടികൾക്ക് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, എയ്ഡ്സിന് കാരണമാകുന്ന HIV വൈറസിനെതിരായിട്ട് എന്താണ് റെസിസ്റ്റൻസ് ആർജിച്ച് എടുക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു ജീൻ എഡിറ്റിങ്ങിലൂടെ ഇവർക്ക് HIV റെസിസ്റ്റൻ്റ് ആകാനായിട്ട് സാധിച്ചു. ഇതാണ് ജീൻ തെറാപ്പിക്ക് സ്കോപ്പുകളൊക്കെ കൂടുതലായിട്ട് നൽകിയത്. ജീൻ തെറാപ്പി എന്താണെന്ന് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫക്റ്റ് വന്ന ജീനിനെ റിമൂവ് ചെയ്ത് ഫങ്ഷണൽ ആയിട്ടുള്ള ജീന് അതിൻ്റെ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നതിനെയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ജീൻ എഡിറ്റിങ്ങിന് ധാരാളം വിമർശനങ്ങളും കിട്ടിയിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണമായിട്ട് പറയുന്നത് ഇതിലുള്ള ഡേഞ്ചറസ് എഫക്ട്സുകളാണ്. അപ്പം മറക്കരുത്, ജീൻ എഡിറ്റിങ്ങിന് വേണ്ടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത സിസേഴ്സ് ഏതാണ്, ക്രിസ്പർ Cas9. ഇത്രയുമാണ് പാർട്ട് 3യിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ടോപ്പിക്കും കൂടെ ഉണ്ട്, DNA ഫിംഗർ പ്രിൻറ്റിങ്. അത് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്തതായിരിക്കും. അടുത്ത ഒരു ക്ലാസ്സും കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാർട്ട് തന്നെ വരുന്നതായിരിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.